ആകാശവാണി കോഴിക്കോട്. പൂക്കൂട, കുട്ടികളുടെ പരിപാടി. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നരിപ്പറ്റ MLP സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേട്ടാലോ. ആദ്യമായി ഒരു മലയാളം കവിതയായാലോ. ചൊല്ലുന്നത് ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ ബിലാൽ മുഹമ്മദ്. കവി മുരുകൻ കാട്ടാക്കടയുടെ ഓണം. ഓർമ്മയ്ക്കു പേരാണിതോണം, ഓർമ്മയ്ക്കു പേരാണിതോണം, പൂർവനേരിൻ്റെ നിനവാണിതോണം, ഓർക്കുവാൻ എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിൻ്റെ നിറവാണിതോണം, ഓർമ്മയ്ക്കു പേരാണിതോണം. മഞ്ഞ നെൽക്കതിർ ചാഞ്ഞുലഞ്ഞ പാടം, മാമ്പൂ മണക്കുന്ന നൃത്യബാല്യം, മഞ്ഞ നെൽക്കതിർ ചാഞ്ഞുലഞ്ഞ പാടം, മാമ്പൂ മണക്കുന്ന നൃത്യബാല്യം, കൊച്ചോടു വഴികളിൽ പൂക്കൾക്കു വളയിട്ട കൊച്ചു കൈത്താളം പിടിക്കുന്ന കൂട്ടുകാർ, ഊഞ്ഞാലുയർന്നുയർന്നാകാശ സീമയിൽ മാവില കടിച്ചുകൊണ്ടൊന്നാമനായ നാൾ, ഉച്ചയ്ക്കു സദ്യയ്ക്കു മുമ്പ് നെയ്യാറിൻ്റെ നെഞ്ചിൽ നീർത്തെറ്റി കുളിക്കുറുമ്പോണം, ഓർമ്മയ്ക്കു പേരാണിതോണം, ഓർമ്മയ്ക്കു പേരാണിതോണം. അച്ഛൻ ഉടുപ്പിച്ച കൊച്ചു മഞ്ഞക്കോടി ചുറ്റിക്കിളിത്തട്ടുലഞ്ഞ കാലം, അത്തമിട്ടത്തം മുതൽ 10 സ്വപ്നത്തിലെത്തും നിലാവിൽ ചിരിച്ചന്തമോണം, മുത്തശ്ശനും മുല്ലവള്ളിയും സ്വപ്നത്തിൽ മുട്ടി വിളിക്കുന്നൊരുത്രാടരാത്രികൾ, ഓർമ്മയ്ക്കു പേരാണിതോണം, ഓർമ്മയ്ക്കു പേരാണിതോണം. പൂക്കളും തേനും പയം ഗണിച്ചന്തവും കാട്ടിക്കൊതിപ്പിച്ചു സസ്യജാലം, പാറിപ്പറന്നും ചിലമ്പിക്കുരുന്നുകൾ കാട്ടിച്ചിരിപ്പിച്ചു പക്ഷിജാലം, കുഞ്ഞിളം ചൂടിൻ്റെ തൂവാല തുന്നി പ്രഭാതം പതുക്കെ പുറം തലോടി, കോലാഹലങ്ങളിൽ കോലായിലെ കളിപ്പന്തിൻ്റെ താളവും കവടിയോടി, പൂവിന്നു പൂവിന്നു പൂവു തേടി തൊടിയിലാടി പറന്നു കുറുമ്പിക്കുരുന്നുകൾ, പപ്പടം പൊരിയുന്ന മണവുമുപ്പേരികൾ പൊട്ടിത്തിളയ്ക്കുന്ന അടുക്കളത്തൊടികളിൽ, ഓർമ്മയ്ക്കു പേരാണിതോണം, ഓർമ്മയ്ക്കു പേരാണിതോണം. അടുത്തതായി ഒരു അറബി ഗാനം കേട്ടാലോ. പാടുന്നത് ഫാത്തിമ റുവ. അലൽ ഫർഹി റജാഉന തജന്നബ് മിൻ ഫുജ്രി, അലൽ ഫഹ്രി ഫനാഉന തജമ്മൽ ബിൽ ഖൈരി, ഹവാലൈന തളായഖന, ഹവാലൈന തളായഖന, മിനൽ ഹദ്ദി തജാവസ്ന, മിനൽ ഇഫ്സാദിയ,
على الهور أناسنا سلامتنا تفني ودمرنا هوالنا شهامتنا تردي وجد قد فد بالحسن جهرا وجد قد فد بالحسن جهرا وطهر يا على الفرح رجاؤنا تجنب من فجري على الفخر فناؤنا تجمل بالخير لاهت العارة في الإنسان طارت العاهة في البلدان لاهت العارة في الإنسان طارت العاهة في البلدان نقي نقي عفافك يا نقي نقي عفافك يا شبابنا دنساء على الفرح رجاؤنا تجنب من فجري على الفخر فناؤنا تجمل بالخير زادت الشاشة بالأقدار زالت راحة بالأوزار زادت الشاشة بالأقدار زالت راحة بالأوزار فشا نشا بها ولنا فشا نشا بها ولنا سرورنا عدما على الفرح رجاؤنا تجنب من فجري على الفخر فناؤنا تجمل بالخير يا ربي ارحمنا نقمة هولة اغفرنا يا ربي ارحمنا نقمة هولة يغفرنا دفع بنا مصيبتنا دفع بنا مصيبتنا هزاؤنا أربا على الفرح رجاؤنا تجنب من فجري അടുത്തതായി ഒരു പ്രഭാഷണം കേട്ടാലോ? പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഷെസിൻ ഉബൈദ്. കാലാവസ്ഥാ വ്യതിയാനം നാം ഇന്ന് നേരിടുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ്. പ്രകൃതിയിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും ഭാവി തലമുറകൾക്ക് ജീവിക്കുവാൻ ഉതകുന്ന തരത്തിൽ പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്തുന്നതിനും മനുഷ്യ സമൂഹം വലിയ വെല്ലുവിളികൾ നേരിടുന്നു. പ്രകൃതിയിലെ ജീവജാലങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിന്, വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിന്, പ്രകൃതി വിഭവങ്ങളും ജലസ്രോതസ്സും സംരക്ഷിക്കുന്നതിന് നാം പരാജയപ്പെടുന്നു. ആധുനിക മനുഷ്യന്റെ ചരിത്രം അവൻ പ്രകൃതിക്കുമേൽ നടത്തിയ കയ്യേറ്റങ്ങളുടെ വിനാശകരമായ ചരിത്രമാണ്. അതിന്റെ ഫലമായി പ്രകൃതി ഇന്ന് പാഴ്വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഭൂമിയെ അണ്വായുധ അവശിഷ്ടങ്ങളുടെയും മറ്റനേകം മാരക വസ്തുക്കളുടെയും ഒരു കുപ്പത്തൊട്ടിയായി മാറ്റിത്തീർത്തിരിക്കുന്നു. വ്യവസായവൽക്കരണത്തോടു കൂടിയാണ് മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധം വികലമായി തുടങ്ങിയത്. കൈയടക്കുക, ജയിക്കുക എന്നുള്ള മനുഷ്യന്റെ ദുരാഗ്രഹം പുരുഷ കേന്ദ്രിത പ്രകൃതി വീക്ഷണത്തിന്റെ ഫലമാണ്. നമ്മുടെ ഉപഭോഗ തൃഷ്ണ പ്രകൃതിയെ മുഴുവനായും ചൂഷണം ചെയ്യുക എന്ന ദർശനത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ മാറ്റിത്തീർക്കുന്നതിന്റെ ഫലമായാണ് ഭീകരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കുന്നുകൾ ഇടിച്ചു നിരത്തുന്നത് തടയുകയും അപകടകരമാം വിധമുള്ള വനനശീകരണം തടയുകയും ക്വാറികൾക്കും മറ്റു തരത്തിലുള്ള ഖനനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുകയും
വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് കുന്നുകളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളെയും ഒഴിവാക്കുകയും ചെയ്താൽ ഉരുൾപൊട്ടൽ പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ അമേരിക്കൻ ഭരണാധികാരികൾ ആദിവാസികളുടെ ഭൂമി പിടിച്ചെടുക്കാൻ ഒരുങ്ങിയപ്പോൾ ഗോത്രത്തലവനായ സിയാറ്റിംഗ് മൂപ്പൻ 1854 നടത്തിയ പ്രഭാഷണം വളരെ പ്രസക്തമാണ്. ഭൂമി നമ്മുടേതല്ല, നാം ഭൂമിയുടേതാണ് എന്ന മൂപ്പന്റെ സൂക്തം ഭാരതീയ പ്രകൃതി ദർശനത്തിന്റെ ഭാഗം തന്നെയാണ്. പരിമിതമായ ആവശ്യങ്ങൾക്കായി പോലും പ്രകൃതിയെ വേദനിപ്പിക്കേണ്ടി വരുമ്പോൾ ക്ഷമിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഭൂമിയെ അമ്മയായി കണക്കാക്കുകയും വസുന്ധര, ധരിത്രി എന്നൊക്കെ പര്യായങ്ങൾ നൽകുകയും ചെയ്തത് ഈ ദർശനത്താലാണ്. ഈ സംസ്കാരം പാടെ ഇല്ലാതാവുകയും ഭൗതികമായ ധനസമ്പാദനവും സുഖലോലുപതയും മനുഷ്യ മനസ്സിനെ അടിമപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി കണ്ടതെല്ലാം കാശാക്കി സുഖിക്കാനുള്ളതാണ് എന്ന പാശ്ചാത്യ സങ്കല്പം പിന്തുടരുന്നതാണ് നമ്മുടെ പരിസ്ഥിതി നാശത്തിൻ്റെ മുഖ്യ കാരണം. ഈ പ്രപഞ്ചത്തിലെ അനേക കോടി ജീവനുകളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യൻ എന്ന് മനസ്സിലാക്കുകയും കോടാനുകോടി ഇതര ജീവജാലങ്ങൾക്ക് കൂടി ജീവിക്കുവാനുള്ളതാണ് ഈ പ്രകൃതി എന്ന് തിരിച്ചറിയുകയും ഈ ഭൂമിയെ വരുവാനിരിക്കുന്ന തലമുറകൾക്ക് ഇതേപോലെ കൈമാറുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ എന്ന ബോധ്യമുണ്ടാവുകയും ചെയ്യുകയാണ് പ്രകൃതി സംരക്ഷണത്തിന്റെ ബാലപാഠം. ഇത്തരം തിരിച്ചറിവുകൾ നൽകുന്ന ഉത്തരവാദിത്യ ബോധ്യമുള്ള ഒരു പൗരനായി ഒരു വിദ്യാർത്ഥിയെ പരിവർത്തിപ്പിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിലൂടെ നാം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് വിദ്യാസമ്പന്നൻ ആവുക എന്നതിൻ്റെ അർത്ഥം പ്രകൃതിയോട് ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയായി തീരുക എന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനിയൊരു സംഘഗാനമായാലോ? പാടുന്നവർ മുഹമ്മദ് മുഷ്താഖ്, അമാൻ അബ്ദുള്ള, മുഹമ്മദ് ഷാഹിൽ, ഫർഹാന, മുഹമ്മദ് നാസിഹ്, ഫാത്തിമ റുവ. കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്ന് വരുമോ? നിറങ്ങൾ പിരിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്ന് വരുമോ? നിറങ്ങൾ പിരിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം. ആകാശം കാണാനിഷ്ടം, നക്ഷത്രം ചൂടാനിഷ്ടം, കിളികളെ മടി വിളിക്കാൻ ഒത്തിരി നൂറിഷ്ടം. കിളി പോൽ പാറാനിഷ്ടം, കളിചിരി കൂടാനിഷ്ടം, കഥകൾ കേട്ടു വളരാൻ എന്തെന്തിഷ്ടം, എന്തെന്തിഷ്ടം. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്ന് വരുമോ? നിറങ്ങൾ പിലിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം. തന്നനത്താനാ തന്നനത്താനാ തന്നനത്താനാ. മുത്തശ്ശി കഥകൾ പോയി, കഥകൾ പോയി പോയി, മൂവാണ്ടൻ മാവും പോയി, മാവും പോയി പോയി. മുത്തശ്ശി കഥകൾ പോയി, മൂവാണ്ടൻ മാവും പോയി. മുറ്റങ്ങളില്ലാതായി, സ്നേഹം കാണാതായി, ബാല്യം ഞങ്ങൾക്കിന്നും നോവും മുഴായി, വേനൽ പൂവായി. ആകാശം കാണാനിഷ്ടം, നക്ഷത്രം ചൂടാനിഷ്ടം, കിളികളെ മടി വിളിക്കാൻ ഒത്തിരി നൂറിഷ്ടം. കിളി പോൽ പാറാനിഷ്ടം, കളിച്ചിരി കൂടാനിഷ്ടം, കഥകൾ കേട്ടു വളരാൻ എന്തെന്തിഷ്ടം, എന്തെന്തിഷ്ടം. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്ന് വരുമോ? നിറങ്ങൾ പിരിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം. മുതാരം കുന്നുപോയി, മുക്കുറ്റി കാടും പോയി, മഴമുകിലില്ലാതായി, മനം പെയ്യാതായി.
മരം കുന്നുപോയി, മുകുതി കാടും പോയി, മഴമുകിലില്ലാതായി, മനം പെയ്യാതായി, സ്നേഹം പെയ്യും ഗ്രാമം എങ്ങോ മാഞ്ഞുപോയി, എങ്ങോ യാത്ര പോയി. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്ന് വരുമോ, നിറങ്ങൾ പിലിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം. ആകാശം കാണാനിഷ്ടം, നക്ഷത്രം ചൂടാനിഷ്ടം, കിളികളെ മടി വിളിക്കാൻ ഒത്തിരി നൂറിഷ്ടം, കിളി പോൽ പാറാനിഷ്ടം, കളിച്ചിരി കൂടാനിഷ്ടം, കഥകൾ കേട്ടു വളരാൻ എന്തെന്തിഷ്ടം, എന്തെന്തിഷ്ടം. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്ന് വരുമോ, നിറങ്ങൾ പിലിവിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം, സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം. ഇനി ഒരു കഥയുമായി കൊച്ചു കൂട്ടുകാരി സെൻഹ മെഹറിഷ്. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും ഒരു മാൻകുട്ടിയും. ഒരു ഗ്രാമത്തിൽ അപ്പു എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവനൊരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു ആ പശുക്കുട്ടിയുടെ പേര്. എന്നും രാവിലെ അവർ പുല്ലുമേക്കാനായി പോകുമായിരുന്നു. ഒരു ദിവസം പുല്ലുമേക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മാൻകുട്ടിയെ കണ്ടു. അങ്ങനെ അവർ പല പ്രാവശ്യം കണ്ടപ്പോൾ അവർ ചങ്ങാതിമാരായി. ഒരു ദിവസം മാൻകുട്ടി ചോദിച്ചു, സുന്ദരി സുന്ദരി, നീ എന്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നോ? എന്ത് ഭംഗിയാണെന്നറിയോ കാട് കാണാൻ. അവിടെ ധാരാളം പുല്ലുകളും നിറയെ പൂക്കളും ഭംഗിയുള്ള മരങ്ങളുമുണ്ട്. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞപ്പോ സുന്ദരി മാൻകുട്ടിയെ കൂടെ ചെന്നു. കാട്ടിലെത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു, ഹായ് ഹായ്, എന്ത് ഭംഗിയാണ് കാട് കാണാൻ. അവിടെ ധാരാളം പുല്ലുകളും നിറയെ പൂക്കളും ഭംഗിയുള്ള മരങ്ങളുമുണ്ട്. അങ്ങനെ അവർ കളിച്ചും രസിച്ചും നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത്. ഗർ ഗർ. സുന്ദരി പേടിച്ചു പോയി. സുന്ദരി മാൻകുട്ടിയോട് ചോദിച്ചു, മാൻകുട്ടി മാൻകുട്ടി, ഇതിനാണ് എന്നെ വിളിച്ചത്? നീ കാട്ടിലെ ഭംഗിയെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, കാട്ടിലെ അപകടത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, അതെന്തിയേ? ഇപ്പഴാ എനക്കൊരു കാര്യം മനസ്സിലാന്ന്. പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. അതും പറഞ്ഞ് സുന്ദരി വീട്ടിലേക്ക് ഓടി. പാവം അപ്പു സുന്ദരിയും കാത്ത് വീട്ടിൽ പഠിക്ക് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. സുന്ദരി വന്നപ്പോൾ അപ്പന് സന്തോഷമായി. കൂട്ടുകാരെ, ഈ കഥയിൽ നമ്മൾ എന്ത് പഠിക്കണം? പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. അടുത്തതായി ഞാൻ മുഹമ്മദ് മുഷ്താഖ് അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിത. ഫ്രണ്ട്സ്, ഇഫ് യു ഹാവ് എവർ പുട്ട് സക്സസ്ഫുൾ പീപ്പിൾ ഓൺ എ പെഡസ്റ്റൽ and believed that they have something that you don't have, you must listen to this poem by Edgar Albert Gust. He will surely change your mind. It's titled Equipment. Figure it out for yourself, my lad. Figure it out for yourself, my lad. You have all that the greatest of men have had. 2 arms, 2 hands, 2 legs, 2 eyes, and a brain to use, if you would be wise. With this equipment they all began, so start for the top and say, I can. Look them over. The wise and great, they take their food from a common plate, and similar knives and forks they use. With similar laces they tie their shoes. The world considers them brave and smart, but you have all they had when they made their start. You can triumph and come to skill. You can be great if only you will. You are well equipped for what fight you choose. You have legs and arms and a brain to use, and the man who has risen great deeds to do began his life with no more than you. You are the handicap you must face. You are the one who must choose your place. You must say where you want to go, how much you will study the truth to know. God has equipped you for life. God has equipped you for life, but He lets you decide what you want to be. Courage must come from the soul within. The man must furnish the will to win.
So figure it out for yourself, my lad. You were born with all that the great have had. With your equipment, they all began. Get hold of yourself and say, I can. Get hold of yourself and say, I can. When you step forward with faith and conviction, the universe conspires to help you. But remember, nothing moves until you do. I will leave you with this quote by the ancient Indian yoga guru Patanjali. Dr. Vanger often used to quote him when you are inspired by some great purpose, some extraordinary project. All of your thoughts break their bonds. Your mind transcends limitations. Your consciousness expands in every direction. And you find yourself in a new, great and wonderful world. തുടർന്ന് ഒരു കന്നഡ പദ്യവുമായി ഫർഹാന. ಕಾಣದ ಕಡಲಿಗೆ ಅಂಬಲಿಸಿದೆ ಮನ, ಕಾಣದ ಕಡಲಿಗೆ ಅಂಬಲಿಸಿದೆ ಮನ, ಕಾಣಬಲ್ಲೆನಿ ಒಂದು ದಿನ ಕಡಲನು ಕೂಡಬಲ್ಲೆನಿ ಒಂದು ದಿನ, ಕಾಣಬಲ್ಲೆನಿ ಒಂದು ದಿನ ಕಡಲನು ಕೂಡಬಲ್ಲೆನಿ ಒಂದು ದಿನ, ಕಾಣದ ಕಡಲಿಗೆ ಅಂಬಲಿಸಿದೆ ಮನ. ಕಾಣದ ಕಡಲಿನ ಮೊಲೆತರ ಜೋಗುಳ ಒಲಿವಿಗಿಂದು ಕೇಳುತ್ತಿದೆ, ಕಾಣದ ಕಡಲಿನ ಮೊಲೆತರ ಜೋಗುಳ ಒಲಿವಿಗಿಂದು ಕೇಳುತ್ತಿದೆ. ದಂದ ಕಲ್ಪನೆಯು ದಂದ ಕಡಲನಿ ಚಿತ್ರಿಸಿ ಚಿಂದಿಸಿ ಸುಯುದಿದೆ. ಇಲ್ಲಿರುವುದು ವಧು ಎಂದಿರುವುದು ವಧು, ನೋಡಬಲ್ಲೆನಿ ಒಂದು ದಿನ ಕಡಲನು ಕೂಡಬಲ್ಲೆನಿ ಒಂದು ದಿನ, ಕಾಣದ ಕಡಲಿಗೆ ಅಂಬಲಿಸಿದೆ ಮನ. ಸಾವಿರ ನದಿಗಳು ತುಂಬಿ ಹರಿದವು ಉಂದಿ ಸಮನಾಗಿ ಉದಂದಿ, ಸುನಿಲ ವಿಸ್ತರ ತರಂಗ ಶೋಭಿತ ಗಂಭೀರಾಂದಿ ಪಾರಂದಿ, ಕಾಣಬಲ್ಲೆನಿ ಒಂದು ದಿನ ಕಡಲನು ಕೂಡಬಲ್ಲೆನಿ ಒಂದು ದಿನ, ಕಾಣದ ಕಡಲಿಗೆ ಅಂಬಲಿಸಿದೆ ಮನ, ಅಂಬಲಿಸಿದೆ ಮನ, ಕಾಣಬಲ್ಲೆನಿ ಒಂದು ದಿನ കടലനു കൂടബല്ലനി. അടുത്തതായി ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം. പാടുന്നത് ബിലാൽ മുഹമ്മദ്. മർഹൂം മോയൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ടിലെ ഏതാനും ചില വരികൾ. ഇശൽ കപ്പപ്പാട്ട്. അണവാകിറൂഹുല്ലമീൻ തൻമോളിയ അമ്പൻ പുകഴ്ന്തേ ഖൈറുൽ ബറായ തുണയാറാബൂർ സുഫിയാനും ബൈറ ചുമകളും ഷാമിന്ന് വാരുന്നു സൈറ തനിയോനാരുള്ളുങ്കൾ താമും സഹാബ തറുത്താലിലയും സൂറത്തിൽ പോവാൻ തടി ചെയ്യും ത്വാവിൽ ഏകലും കൂറി ത്വാഉസൂലം ലക്കും ഷർദണ്ഡമേറി അണവാകിറൂഹുല്ലമീൻ തൻമോളിയ അമ്പൻ പുകഴ്ന്തേ ഖൈറുൽ ബറായ തുണയാറാബൂർ സുഫിയാനും ബഈറ ചുമകളും ഷാമിന്ന് വാരുന്നു സൈറ.
ഏറിയെ പോദാസ് ഹാബോരിലുത്ത് ഏകണ്ഠമാർ കേട്ടടവേ മുതിർത്ത് ഹാറി തണിക്കും നബിയും ഒരുങ്ങി ഹഷി തെളിന്തരിക്കോരും മരുങ്ങി കൂറാറൂറന്റെ സ്വഹാബാകെ കന്നം കുല്ലും റുസുൽകൾ ഒരുമിത്തയെണ്ണം മാറാതവർകൾ മുഹാജിറുകളാ മറ്റാകെ അൻസർകളാകും കൊസുംഹ അണവഗിറൂല്ലമീൻ തന്മോളിയ അമ്പൻ പുകഴ്ന്തയ ഖൈറുൽ ബറായ തുണയാറബൂർ സുഫിയാനും ബഈറ ചുമകളും ഷാമിന്ന് വാരുന്നു സൈറ അരികോർകളൻ സാറു രണ്ടു കിളക്കാം ഔസി വഹസ്രാജി എണ്ടുന്നു മിക്കോർ ഉരയാകെ 310 മൂണ്ട് ഉണ്ടാ മുറപ്പായ കൗലാമിതുണ്ട് കരിവോരിൽ മുണ്ട് മുഹാജിറുകളെയും കൈത്തുറ്റവാർ പഞ്ചം അൻസറുകളെയും നിറവട്ടുറந்த സമൂഹം സ്വഹാബിൽ നീണ്ടെട്ട് പേരായി തോരെ സബബിൽ അണവഗിറൂല്ലമീൻ തന്മോളിയ അമ്പൻ പുകഴ്ന്തയ ഖൈറുൽ ബറായ തുണയാറബൂർ സുഫിയാനും ബഈറ ചുമകളും ഷാമിന്ന് വാരുന്നു. ആയിഷ സിയാനയുടെ ഒരു ദേശഭക്തി ഗാനത്തോടുകൂടി ഞങ്ങൾ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്ന പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം, മതേതരത്വ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം, പെരുമേറു പൈതൃകത്തിനാടിതല്ല ഭാരതം. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം, മതേതരത്വ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം, പെരുമേറു പൈതൃകത്തിനാടിതല്ല ഭാരത്. ये देश हमारा जान से प्यारा, प्यारे हमारा आजादी आजादी आजादी. നൂറ് നൂറ് ചിന്തകൾ, നൂറ് നൂറ് ഭാഷകൾ, മതത്തിനപ്പുറം വളർന്ന സ്നേഹചിത്രസാഗരം. നൂറ് നൂറ് ചിന്തകൾ, നൂറ് നൂറ് ഭാഷകൾ, മതത്തിനപ്പുറം വളർന്ന സ്നേഹചിത്രസാഗരം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാർസി ബുദ്ധ ജൈനനും തോളു ചേർന്ന വിരമിച്ച നാടിതൊന്നു ഭാരത്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാർസി ബുദ്ധ ജൈനനും തോളു ചേർന്ന വിരമിച്ച നാടിതല്ല ഭാരത്. ഈ ദേശ ഹമാരാ ജാൻ സെ പ്യാരാ, പ്യാരെ ഹമാരാ ആസാദി ആസാദി ആസാദി. നിങ്ങൾ ഇതുവരെ കേട്ടത് നരിപ്പറ്റ MLP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുകയാണ്. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30 വരെ.